എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ദേശീയ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഉത്തർപ്രദേശിൽ വഖഫ് ബോർഡ് അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമികളൊക്കെ സർക്കാർ പിടിച്ചെടുത്ത് അവിടെ വീട് വെച്ച് അർഹരായ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുമെന്ന്. ഇത് പെട്ടെന്നുള്ളൊരു തീരുമാനമല്ല കേട്ടോ. ഇതിനാസ്പദമായ ഒരു സംഭവം പറഞ്ഞുതരാം. ഏകദേശം ഒരു മാസം മുന്നേ വാരണാസിയിലെ ഉദയ് പ്രതാപ് സിംഗ് കോളേജിൻ്റെ 500 ഏക്കർ ഭൂമിയിൽ ഈ വഖഫ് ബോർഡ് ക്ലെയിം ഉന്നയിച്ചിരുന്നു. അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു. അത് അവരെ പറയാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജ് നിലനിൽക്കുന്ന ഭൂമിയുടെ മതിലിൻ്റെ തൊട്ടപ്പുറത്തൊരു മസ്ജിദ് ഉണ്ടായിരുന്നു, അവിടെ ഒരു ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വഖഫിൽ ഒരു ക്ലോസ് ഉണ്ട് കേട്ടോ. ഈ ഖബർസ്ഥാനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ വഖഫിന് വേണം ക്ലെയിം ഉന്നയിക്കാം. ഇത് എപ്പോഴാണ് ഈ ക്ലോസ് എപ്പോഴാണ് എഴുതി പിടിപ്പിച്ചതെന്നറിയോ? 2013 വഖഫ് ബില്ല് അവസാനമായി അമെൻഡ് ചെയ്തത്. അതായത് രണ്ടാം UPA സർക്കാരിൻ്റെ അവസാന കാലത്ത്, മൻമോഹൻ സിംഗ് ഭരിക്കുന്ന രണ്ടാം UPA സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വൃത്തിയട്ട ക്ലോസ് എഴുതി പിടിപ്പിച്ചത്. ഒന്ന് നോക്കിയേ, അത് എവിടെയെങ്കിലും ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ, മുസ്ലിങ്ങളുടെ ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത എല്ലാ ഭൂമിയിലും ഇവന്മാർക്ക് ക്ലെയിം ഉന്നയിക്കാം. അതിന് പരിധിയൊന്നുമില്ല കേട്ടോ. എത്ര ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടെങ്കിലും അതിൽ ക്ലെയിം ഉന്നയിക്കാം. ഒന്ന് ആലോചിച്ചൊക്കെ, ഈ കോൺഗ്രസ് സർക്കാർ ജനങ്ങളോട് ചെയ്ത ചതി, ജനങ്ങളോടല്ല ഈ രാജ്യത്തോട് ചെയ്ത ചതി. അപ്പോൾ അതൊക്കെ മാറ്റി എഴുതുമാണ് ഇവന്മാർ, മോദി സർക്കാർ മാറ്റി എഴുതുമാണ് ഇവന്മാർ കുരുവിട്ടുന്നത്. അതവിടെ കേട്ടെ. അപ്പോൾ ഈ ഉദയ് പ്രതാപ് സിംഗ് കോളേജിന് 500 ഏക്കറിൽ വഖഫ് ക്ലെയിം ഉന്നയിച്ചപ്പോൾ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് എല്ലാ ഭൂമി വഖഫിൻ്റെ പക്കലുള്ള എല്ലാ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി റവന്യൂ ഡീറ്റെയിൽസും റവന്യൂ ഡോക്യുമെൻറ്റ്സും എല്ലാ ഡാറ്റയും തൻ്റെ ടേബിളിൽ 30 ദിവസത്തിനുള്ളിൽ എത്തണം എന്നുള്ളൊരു ഉത്തരവ് യോഗി ഇട്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 മാസമായി ആ സംഭവം കഴിഞ്ഞിട്ട്. അപ്പോൾ യോഗിയുടെ പക്കൽ ഇപ്പം ഈ വഖഫിൻ്റെ UPയിലെ വഖഫ് ബോർഡിൻ്റെ പക്കലുള്ള ഭൂമിയുടെ സകല റവന്യൂ ഡീറ്റെയിൽസും റവന്യൂ ഡോക്യുമെൻറ്റ്സും യോഗിയുടെ ടേബിളിലെത്തി. അപ്പോൾ യോഗി ഒരു ഹൈ ലെവൽ ടീമിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ച് വ്യക്തമായ ഒരു ഡീറ്റെയിൽസും ഡാറ്റയും യോഗിയുടെ കയ്യിലുണ്ട്. അപ്പോൾ യോഗി തീരുമാനം എടുത്തു കഴിഞ്ഞു. ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവിടെ വഖഫിനെ അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്, അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് യോഗി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അല്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഒരു ചാനൽ ഷോയിൽ വന്ന് ആളാകാൻ പറഞ്ഞതല്ല. ഇത് ശരിക്കും അദ്ദേഹം നേരത്തെ പഠിച്ച്, അതായത് ഒരു ടീമിനെ, ഹൈ ലെവൽ ടീമിനെ വെച്ച് പഠിച്ച് തന്നെയാണ് അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, വഖഫ് അനധികൃതമായി കയ്യേറി ഭൂമി ഉത്തർപ്രദേശ് സർക്കാർ കണ്ടുകെട്ടി അവിടെ വീട് വെച്ച് പാവങ്ങൾക്ക് കൊടുക്കുമെന്ന്. നോക്കി, ശരിക്കും വഖഫ് പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ആർമിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഹോൾഡ് ചെയ്യുന്ന വഖഫാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വഖഫിന് ഭൂമിയുള്ളത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, കേരളം, തമിഴ്നാട്, ഇങ്ങനെ ഈ 4-5 സ്റ്റേറ്റുകളാണ് വഖഫിന് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത്. അപ്പോൾ ആ ഉത്തർപ്രദേശിൽ തന്നെ വഖഫിന് പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവർ ഹോൾഡ് ചെയ്യുന്ന ഭൂമി, ഇവരിൽ ഒരു റവന്യൂ ഡോക്യുമെൻറ്റ്സും ഇല്ല. ഒന്ന് ആലോചിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഈ ഉദയ് പ്രതാപ് സിംഗ് കോളേജിൻ്റെ 500 ഏക്കർ ഭൂമിയിൽ അവർ വഖഫ് കൊണ്ടുപോയി എന്ന് വിചാരിച്ചോ, വഖഫിനെ ആണെന്ന് വെച്ചോ, അവരുടെ കയ്യിൽ ഇവിടെ റവന്യൂ ഡീറ്റെയിൽസ്, റവന്യൂ ഡോക്യുമെൻറ്റ് ഒന്നുമില്ല. അതായത് ഈ ഖബർസ്ഥാനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ക്ലെയിം ഉന്നയിക്കുക എന്നുള്ള ഒരു ക്ലോസ് വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. അവർ റവന്യൂ ഡോക്യുമെൻറ്റ്സും ഇല്ല. സുപ്രീം കോടതി പോയാൽ അവർക്കത് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ്, ആ പോയിന്റിലാണ് യോഗി ടാപ്പ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ പറയുക, കുംഭമേള കഴിഞ്ഞ് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ അദ്ദേഹം ഫൈനൽ ഡിസിഷൻ എടുക്കും. എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ, ഏതൊക്കെ ഭൂമി പിടിച്ചെടുക്കണം, ഏതൊക്കെ ഭൂമി അറ്റാച്ച് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആ മീറ്റിങ്ങിൽ കൈക്കൊള്ളും. അത് ഓൾറെഡി ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെ ടേബിളിൽ വരണം. അതായത് നെക്സ്റ്റ് ഹൈ ലെവൽ മീറ്റിങ്ങിൽ ഈ അത്തരത്തിലുള്ള റിപ്പോർട്ട്, അതിനെക്കുറിച്ച് പഠിച്ചുള്ള റിപ്പോർട്ട് തന്നെ ടേബിളിൽ വരണമെന്ന് യോഗി ആദിത്യനാഥ് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കുംഭമേള കഴിഞ്ഞ് ഫെബ്രുവരി 26 ശേഷം ഏകദേശം മാർച്ച് മാസം ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല. ബഡ്ജറ്റ് അങ്ങനെയുള്ള അലോക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം. അപ്പോൾ എന്തായാലും ഏപ്രിൽ മാസം, അടുത്ത ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് യോഗി ആദിത്യനാഥ് ബുൾഡോസറുമായിട്ട് ഇറങ്ങും എന്തായാലും. അതായത് ഈ അനധികൃതമായി ഇവർ പിടിച്ചെടുത്ത ഭൂമിയിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷനോ എന്തെങ്കിലും ബിൽഡിങ്ങോ ഉണ്ടെങ്കിൽ അത് ഇടിച്ച് നിരത്താൻ തന്നെയാണ് യോഗി ആദിത്യനാഥിൻ്റെ തീരുമാനം. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ തഹസിൽദാർമാർക്ക് യോഗി നൽകിയിരിക്കുന്നത്. ശരിക്കും പെട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഉത്തർപ്രദേശിലാണ് വഖഫിന് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത്. ഇവർ 90% ഭൂമിയും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ഉത്തർപ്രദേശിൽ ഇവരുടെ വഖഫിൻ്റെ ഭൂമി 90% ഇങ്ങനെ ഇല്ലീഗലായിട്ട് പിടിച്ചെടുത്ത് ഡോക്യുമെൻറ്റ്സോ റവന്യൂ ഡീറ്റെയിൽസോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല വൃത്തികെട്ട ക്ലോസുകളും വഖഫ് നിയമത്തിലെ വൃത്തികെട്ട ക്ലോസുകളും ഉപയോഗിച്ചാണ് അവർ ഭൂമി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ മുനമ്പത്ത് നടക്കുന്നതല്ലേ, അവരോട് പ്രോപ്പർ ഒരു റവന്യൂ ഡീറ്റെയിൽസോ ഡോക്യുമെൻറ്റ്സോ ഒന്നുമില്ല. എന്നിട്ട് അവർ ആ ഭൂമിയിൽ ആ ക്ലെയിം ഉന്നയിച്ചു. ശരിക്കും ഇതൊക്കെ കോടതിയിൽ പോയാൽ ശരിക്കും പാളിപ്പോകും കേട്ടോ. ഇതിനൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താ പറയുക, ആ സ്ഥാനത്ത് ഉറപ്പില്ല എന്ന് പറയാം ഇവിടുത്തെ ജനങ്ങൾക്ക്.
ഇത് ഉത്തർപ്രദേശിലെ നല്ലൊരു നട്ടലിലൊരു മുഖ്യമന്ത്രി ഉള്ള കാരണം ശരിക്കും അവിടുത്തെ ജനങ്ങൾ എന്താ പറയുക, ഒരു പ്രശ്നമില്ല, അവർക്ക് വഖഫ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ നട്ടലിലൊരു ഭരണാധികാരി ഉണ്ട്, അവർ നേരെ ചൊവ്വേ വഖഫിനോട് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടം വഴി ഓടും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ഭൂമി ഏകദേശം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും ഭൂമി അനധികൃതമായി വഖഫ് കൈവശം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന റവന്യൂ ഉണ്ടല്ലോ ഒരുപാടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ലക്നൗവിലൊക്കെ അവർക്ക് വഖഫിന് ഒരുപാട് ഭൂമിയുണ്ട്. ഇതൊക്കെ ഇവർക്കും റവന്യൂ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് റവന്യൂ വരുന്നുണ്ട്. ഇതൊക്കെ പോകുന്ന വഖഫിലാണ്. ഇവർക്ക് കിട്ടുന്ന ഏകദേശം 15,000 കോടിയാണ് ഒരു വർഷത്തെ ഇവരുടെ റവന്യൂ. പക്ഷേ ഇവർ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ആകെ 100 കോടി എന്നാണ്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ED ഒക്കെ അന്വേഷണം വന്നപ്പോൾ അവർ 200 കോടി പറഞ്ഞു. പിന്നെ 100 കോടി മാറ്റി 200 കോടി പറഞ്ഞു. ശരിക്കുണ്ടല്ലോ ഇവന്മാരൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. എല്ലാം ഇവന്മാർക്ക് ഈ വഖഫ് എന്നൊക്കെ കിട്ടുന്ന ഫണ്ടുകളൊക്കെ ഫുൾ തീവ്രവാദ ആക്ടിവിറ്റീസിലേക്ക് പോകും, ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലേക്ക് ഇവർ സ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്. അപ്പോൾ സർക്കാർ എന്തായാലും ഒരു ഉന്നതതല അന്വേഷണം നടത്തി ഇവരെ ഫണ്ട് വിനിയോഗം എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ യോഗി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ അവിടെ എന്തിനാലും ഇവന്മാരെ എല്ലാ ഡീറ്റെയിൽസും യോഗിയുടെ ടേബിളിലെത്തി. അടുത്ത ദിവസം തന്നെ ബുൾഡോസർ ഇറങ്ങും. ഏകദേശം ഏപ്രിൽ മാസത്തോടുകൂടി ബുൾഡോസർ ഇറങ്ങും. അനധികൃതമായ എല്ലാ കെട്ടിടങ്ങളും ബിൽഡിങ്സും എല്ലാം പൊളിച്ച് കളഞ്ഞ് എന്താ പറയുക, അവിടെ വീട് വെച്ച് പാവങ്ങൾക്ക് കൊടുക്കും. അതാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ 54 ഏക്കർ ഭൂമി വഖഫിൻ്റേതാണെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റിസ്വി എന്ന സുഡാപ്പി പറഞ്ഞിരുന്നു. ഇപ്പോൾ പണി കിട്ടി, സത്യത്തിൽ പണി കിട്ടി. അതായത് ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി വെറുതെ യോഗിയെ ചൊറിയാൻ പോയിട്ട് മൊത്തത്തിൽ പണി വീണിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡ്. എന്തിനായാലും വരും ദിവസങ്ങളിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷൻസ് ഉത്തർപ്രദേശ് സർക്കാർ എടുക്കാൻ പോവുകയാണ്. അതായത് കടുത്ത നടപടി. ഈ കുംഭമേളക്കെതിരെ പറഞ്ഞപ്പോൾ ശരിക്കും കൊണ്ടല്ലോ അവിടുത്തെ ജനങ്ങളെ ശരിക്കും വികാരം അണപൊട്ടി ഒഴുകി. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോലും അതിശക്തമായ വികാരമുണ്ട്. ഈ വഖഫ് ബോർഡിനെ തീർത്തേ പറ്റൂ, വഖഫ് ബോർഡിൻ്റെ പരിപ്പിളക്കിയേ പറ്റൂ എന്നുള്ള ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു മൊത്തത്തിലൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുംഭമേളം കഴിഞ്ഞ് ബഡ്ജറ്റ് സെഷൻ ഇതൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ ഇവന്മാരെ പരിപ്പിളക്കും. ഇവന്മാരെ ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് അവിടെ വീട് വെച്ച് പാവങ്ങൾക്ക് കൊടുക്കും. ചിലപ്പോൾ അവിടെ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെയായിരിക്കും ഭൂമി കൊടുക്കുക. അർഹരായ ആൾക്കാർക്ക് അവിടെ എല്ലാം ആരെന്നില്ല. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള വിവേചനം ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ലെന്ന് യോഗി പറഞ്ഞു. അർഹരായവർക്ക് വീട് വെച്ച് നൽകുമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാലും ഏറ്റവും മികച്ചൊരു തീരുമാനമാണ് ഇത്. കേരളത്തിലെ പിണറായി വിജയന് ഉള്ള ഒരു മെസ്സേജ് കൂടിയാണ്. അത് നട്ടലുള്ള ഒരു മുഖ്യമന്ത്രി ഏത് സംസ്ഥാനത്തുണ്ടെങ്കിലും വഖഫൊക്കെ കണ്ടം വഴി ഓടും. ശരിക്കും ഈ മുനമ്പത്തൊക്കെ ചെന്ന് അവിടുത്തെ വഖഫ് ആൾക്കാരോട് പറയണം, ഒരു പുല്ലും നടക്കില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ കണ്ടം വഴി ഓടും. അവന്മാരിൽ ഒരു റവന്യൂ ഡീറ്റെയിൽസ് ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലടോ. ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവർ വിജയിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. കോടതി കണ്ടം വഴി ഓടിക്കും വഖഫ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഉത്തർപ്രദേശിലെ മൊത്തം ഒരു മെസ്സേജാണ് യോഗി കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇനി എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ, ഓവർ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ പാലും വെള്ളത്തിൽ കിട്ടുന്നില്ല ഒരു മെസ്സേജ് തന്നെയാണ് യോഗി ആദിത്യനാഥ് അവിടുത്തെ വഖഫ് സുഡാപ്പികൾക്ക് കൊടുത്തിരിക്കുന്നത്. എന്തിനാലും നമുക്ക് കാത്തിരിക്കാം. ഇവന്മാർ ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് അവിടെ വീട് വെച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്നൊരു വാർത്ത എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആശംസിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.